പാകിസ്ഥാനിൽ നിന്നും ഉള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണാം. അതിനു മുൻപ് ഈ വീഡിയോയിൽ എന്താണുള്ളത് എന്നറിയണ്ടേ? പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് ഒരു വ്ളോഗർ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ വ്ളോഗർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം പെൺകുട്ടി ഉത്തരം പറയുന്നതാണ് വീഡിയോയിലുള്ളത്. ആ വ്ളോഗർ ഇന്ത്യയെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പാക് ജനതയുടെ ഇന്ത്യയോടുള്ള ഒരു സമീപനം എങ്ങനെയാണ് എന്നതിൻ്റെ നേർചിത്രമാണ് ഈ വീഡിയോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പറയുന്നത് വി കൺട്രോൾ വൺ പാർട്ട് ഓഫ് കശ്മീർ, അതായത് ഞങ്ങൾ പാകിസ്ഥാനിലെ പാക് അധീന കശ്മീർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ്. പക്ഷേ ജമ്മു കശ്മീരിനെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ പാക് അധീന കശ്മീർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രദേശമാണ്. ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യത്തെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ പാക് അധീന കശ്മീർ എന്ന് പറയുന്നത് വളരെ 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 ചെറിയ ഒരു പ്രദേശം മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇന്ത്യ പാക് അധീന കശ്മീരിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് എന്നാണ്. അപ്പോൾ ഈ പെൺകുട്ടി തിരിച്ചു പറയുന്നു, ദെൻ ഇന്ത്യ വിൽ ടേക്ക് ഇറ്റ് വൺ ഡേ, അതായത് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ അത് ഒരു ദിവസം എന്തായാലും പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് പറയുന്നു. പോരാത്തതിന് പാകിസ്ഥാനിലെ ആ പെൺകുട്ടി പറയുന്നത് എങ്ങനെയാണ്, ദ പാകിസ്ഥാൻ ആർമി ഈസ് നോട്ട് സ്ട്രോങ് അറ്റ് ഓൾ ആൻഡ് വുഡ് ബി ബാഡ്ലി ഡിഫീറ്റഡ് ബൈ ഇന്ത്യൻ ഫോഴ്സസ് ഇൻ കേസ് ഓഫ് വാർ എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ ആർമി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ ആർമിയുടെ വാലിൽ കെട്ടിയിട്ടടിക്കാനില്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ ആർമിയുടെ ഒരു 7 അയലത്ത് എത്തില്ല എന്നൊക്കെ നമ്മൾ കൊളോക്കിയലായിട്ട് പറയില്ല, അങ്ങനെ ഒരു വിഷയമാണ് ആ പെൺകുട്ടി പറയുന്നത്. അതാണ് പാകിസ്ഥാൻ ആർമി. പാകിസ്ഥാൻ ആർമിയൊക്കെ ഇന്ത്യയുടെ മുമ്പിൽ വെറും തൃണം മാത്രമാണ്. ഇന്ത്യക്ക് വളരെ വേഗത്തിൽ പാക് അധീന കശ്മീർ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. कश्मीर दे दे, क्योंकि हमारे पास एक है कश्मीर का हिस्सा, आजाद कश्मीर, लेकिन वो बहुत छोटा है. अब जम्मू कश्मीर जो है वो बहुत बड़ा है और इंडिया पहले से बहुत बड़ा है. तो इसलिए मैं बोलूँगी कि वो लोग हमें जम्मू कश्मीर भी दे दे. लेकिन वो तो हमें नहीं देते, वो तो कहते हैं कि जम्मू एंड कश्मीर हमारा है, उल्टा आप हमें आजाद कश्मीर भी दे दें. ख्वाबों में बस यही हो सकता है, लेकिन पाकिस्तान के भी जो हालात है ना, तो मुझे तो लगता है कि वो लोग ले भी लेंगे. मतलब काफी कॉन्फिडेंस से बोला है कि पाकिस्तान के जो हालात हैं उसे देख के लगता है कि वो ले भी लेंगे. क्यों लेंगे भाई, हमारी आर्मी इतनी स्ट्रांग है, इतना अच्छा डिफेंस सिस्टम है हमारा. आर्मी स्ट्रॉन्ग था बस गया, अब आर्मी वाले भी पॉलिटिक्स में आ गया है. में तो नहीं शुरू होगी, पाकिस्तान तो तबाह हो जाएगा. अच्छा किसी और यार आज काफी बिंदास बच्चे हो. आर्मी के लिए स्पेशली कुछ कहना चाहें? आर्मी के लिए मैं बोलूंगी अपने साइड पे ही रहो भाई, पॉलिटिक्स में क्यों अंदर आने की जरूरत है.